students, how are you all? Hope all of you doing well and studying from your home. Yes. Now we are discussing the poem The Echoing Green, written by the famous English poet William Blake. William Blake is an English poet and painter. His works include Song of Innocence and Song of Experience. The Echoing Green appears in his Song of Innocence. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു പോയം എക്കോയിങ് ഗ്രീൻ എന്ന പോയം എടുത്തിരിക്കുന്നത് വില്യം ബ്ലേക്കിൻ്റെ പ്രശസ്തമായ ഒരു കവിതയിൽ നിന്നാണ്. ദ എക്കോയിങ് ഗ്രീൻ അപ്പിയേഴ്സ് ഇൻ ഹിസ് സോങ് ഓഫ് ഇന്നസെൻസ്. സോങ് ഓഫ് ഇന്നസെൻസ് എന്ന കവിതയിലെ ഒരു ചെറിയ ഭാഗമാണ് ദ എക്കോയിങ് ഗ്രീൻ. ദ എക്കോയിങ് ഗ്രീൻ എന്താണ് ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥം? ഇവിടെ രണ്ട് വാക്കുകളാണുള്ളത് അല്ലേ? എന്തൊക്കെയാണ്? ആദ്യത്തെ വാക്ക് എക്കോയിങ്, ദെൻ ഗ്രീൻ. അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഗ്രീൻ? ഗ്രീൻ എന്നാൽ എന്താണ്? പച്ച. യെസ്, ഗ്രീൻ ഈസ് എ കളർ ഓഫ് നേച്ചർ. സോ ഗ്രീൻ റെഫേഴ്സ് ടു നേച്ചർ. അപ്പം പച്ച എന്താണ് ഉദ്ദേശിക്കുന്നത്? പച്ച കളർ പ്രകൃതിയെയാണ് അർത്ഥമാക്കുന്നത്. Then the word echoing. What do you mean by the word echoing? എക്കോ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് അർത്ഥം? പ്രതിധ്വനി. പ്രതിധ്വനി അഥവാ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്നാണ് എക്കോയിങ് എന്ന വേർഡിൻ്റെ അർത്ഥം. പ്രകൃതിയിലെ പ്രതിധ്വനികൾ എന്നാണ് ദ എക്കോയിങ് ഗ്രീൻ എന്ന ഈ കവിതയുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ മനോഹരമായാണ് വില്യം ബ്ലേക്ക് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയം എന്താണെന്ന് നോക്കാം. ദ പോയം എക്കോയിങ് ഗ്രീൻ ഡിവൈഡഡ് ഇൻടു 3 stanzas. ലെറ്റ്സ് ലുക്ക് അറ്റ് ഈച്ച്. ഓൾ ഓഫ് യു ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലുക്ക് അറ്റ് ദ പോയം. ദ എക്കോയിങ് ഗ്രീൻ. ദ സൺ ഡസ് അറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. The merry bell rang to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while our sport shall be seen on the echoing green. Old John with white hair does laugh away care, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we all girls and boys in our youth time were seen on the echoing green. Till the little ones weary, no more can be merry. The sun does descend, and our sports have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sport no more seen on the darkening green. ഇപ്പോൾ എല്ലാവരും പോയട്രി വായിച്ചു അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണെന്ന് നോക്കാം. The sun does arise and make happy the skies. ആകാശത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൂര്യൻ എന്നും ഉദിക്കുന്നു എന്നാണ് ഫസ്റ്റ് 2 ലൈൻസിൽ പറയുന്നത്. ദെൻ എന്താണ്? ദ മേരി ബെൽ റിങ് ടു വെൽക്കം ദ സ്പ്രിങ്. എന്താ സ്പ്രിങ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? വസന്തകാലം. ഒരു സീസണെയാണ് സ്പ്രിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വസന്തകാലത്തെ വരവേൽക്കാൻ സന്തോഷത്തിൻ്റെ മണിനാദം മുഴങ്ങുന്നു. മേരി ബെൽസ് മീൻസ് സന്തോഷത്തിൻ്റെ മണിനാദം. ഇതൊക്കെ വില്യം ബ്ലേക്ക് തൻ്റെ ഭാവനയിൽ എഴുതിയതാണ്. അപ്പോൾ വളരെ മനോഹരമായാണ് ഈ കവിത വർണ്ണിച്ചിരിക്കുന്നത്. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ്, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, സിംഗ് ലൗഡർ അറൗണ്ട് ടു ദ ബെൽസ് ചീർഫുൾ സൗണ്ട്. ഈ 2-3 വരികളിൽ പക്ഷികളെക്കുറിച്ചും അവരെ സംഗീതത്തെക്കുറിച്ചാണ് പറയുന്നത്. വാനമ്പാടിയും മറ്റു ചെറിയ പക്ഷികളും ഉറക്കെ പാടുന്നു. പക്ഷികളുടെ ശബ്ദത്തെയാണ് കവിയുടെ ഗാനമായി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൈലാർക്ക് എന്താണ്? സ്കൈലാർക്കിൻ്റെ മീനിങ് വാനമ്പാടി. ത്രഷ് എന്നാൽ
ഒരു തരം ചെറിയ പക്ഷി എന്നാണ് അർത്ഥം. While our sports shall be seen on the echoing green. ഇവിടെ പറയുന്നത് കുട്ടികളുടെ സന്തോഷത്തെക്കുറിച്ചാണ്. എന്താ കുട്ടികളുടെ സന്തോഷം? കുട്ടികളുടെ സന്തോഷം കളിയാണ്, പ്ലേ. സ്പോർട്സ് ആണ് കുട്ടികളുടെ സന്തോഷം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലും ദ എക്കോയിങ് ഗ്രീനിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലവ് എവേ കെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സെക്കൻഡ് സ്റ്റാൻസ തുടങ്ങിയത് തന്നെ ഓൾഡ് എന്ന വേർഡ് വെച്ചിട്ടാണ് അല്ലേ. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ. ഈ ഫസ്റ്റ് ലൈൻ തന്നെ അർത്ഥമാക്കുന്നത് ഏജ്ഡ് ജനറേഷനാണ്, വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വയസ്സായ ആൾക്കാരെല്ലാം ഓക്ക് മരത്തിൻ്റെ അടിയിലിരുന്ന് അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ഫോക്ക്, FOLK. എന്താണ് മീനിങ് ഫോക്കിൻ്റെ? ഫോക്കിൻ്റെ മീനിങ് ജനക്കൂട്ടം എന്നാണ്. ഇവിടെ അർത്ഥമാക്കുന്നത് വയസ്സായവരുടെ ഒരു കൂട്ടം, അവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്. അപ്പം ഒന്നുകൂടെ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫുൾ പറയുന്നത് കുട്ടികളുടെ സന്തോഷത്തെക്കുറിച്ചും അവരുടെ കളികളെക്കുറിച്ചുമാണ് ഈ സ്റ്റാൻസയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റാൻസ എന്താണെന്ന് നോക്കാം. They laugh at our play and soon they all say such were the joys when we all girls and boys in our youth time were seen on the echoing green. അപ്പോൾ ഈ കുട്ടികളുടെ കളി കാണുമ്പോൾ ഈ വയസ്സായ ആൾക്കാർ തങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. അവരെന്താണ് പറയുന്നത്? എന്തു രസമാണ് ഈ കുട്ടികൾ കളിക്കുന്നത് കാണാൻ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ കളിച്ചിരുന്നു. അപ്പോൾ അവരുടെ കുട്ടിക്കാലം ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റാൻസയിൽ കുട്ടികളുടെ സന്തോഷത്തെക്കുറിച്ചും സെക്കൻഡ് സ്റ്റാൻസയിൽ വയസ്സായവരുടെ സന്തോഷത്തെക്കുറിച്ചുമാണ് ഈ പോയത്തിൽ പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റാൻസ. Till the little ones weary, no more can be merry. The sun does descend and our sports have an end. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം ക്ഷീണിച്ച്, അപ്പോൾ ആർക്കും അവിടെ സന്തോഷമില്ല. സൂര്യനൊക്കെ അസ്തമിച്ച്, അപ്പം കുട്ടികളുടെ കളിയും അവസാനിച്ചു. അതാണ് ഈ 4 ലൈൻസിൽ പറയുന്നത്. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sport no more seen on the darkening green. അപ്പോൾ ഈ അവസാന ലൈൻസിൽ പറയുന്നത് ക്ഷീണിതരായ കുട്ടികളെല്ലാം പക്ഷികളെപ്പോലെ, മരത്തിലെ പക്ഷികളെപ്പോലെ അവരുടെ അമ്മമാരെ മടിയിൽ പോയിരുന്നു. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി, അതുകൊണ്ട് തന്നെ ഒരു കളികളുമില്ല, എല്ലാ കളികളും അവസാനിച്ചു. അപ്പം നമ്മുടെ പോയം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും പോയം ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പോയം? അപ്പം ഒരു മനുഷ്യൻ്റെ വ്യത്യസ്ത ലൈഫ് സൈക്കിളാണ് ഈ ഒരു പോയം പറയുന്നത്. ദ പോയം ഈസ് എൻഡ് ഹിയർ. റീഡ് ആൻഡ് എൻജോയ് ദ പോയം.